അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 9, 2020 ബാങ്കോക്കിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ പോലീസുകാർ സലീം സാൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അയാൾ ഒരു ഡ്രഗ് ഡീലറായിരുന്നു. അതായത് ആളൊരു സെക്യൂരിറ്റി ഗാർഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്നാലും ആളുടെ ശരിക്കുള്ള പണി ഡ്രഗ് ഡീലിംഗ് ആയിരുന്നു. അങ്ങനെയാണ് അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ പോലീസുകാർ അയാളെ ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡ്രഗ് കിട്ടുന്നത്, എന്തൊക്കെയാണ് നിൻ്റെ പരിപാടി, എത്ര സ്റ്റോക്ക് ഉണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്. ആള് പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒരു ജോലിക്കാരൻ മാത്രമാണ്. എൻ്റെ ബോസ് പറയുന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ എടുക്കുക, ആള് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക, ഇത് മാത്രമാണ് എൻ്റെ ജോലി. അപ്പോൾ ആരാണ് നിന്റെ ബോസ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ആള് പോലീസിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാം, പക്ഷേ എൻ്റെ ശിക്ഷയിൽ ഇളവ് ചെയ്തു തരണം എന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ഒരു ആവശ്യം അംഗീകരിക്കാൻ പോലീസുകാർ തയ്യാറായില്ല. പോലീസുകാർ പറഞ്ഞു, നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ ട്രാക്ക് ചെയ്ത് നിന്റെ ബോസിനെ കണ്ടുപിടിച്ചോളാന്ന്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് എൻ്റെ ബോസിനെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു സൈഡ് മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരുപാടധികം കഥകൾ കൂടുതൽ പറയും. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ പോലീസുകാർ ഇയാളെ ടോർച്ചർ ചെയ്യാണ്, ഇയാളിൽ നിന്ന് സത്യങ്ങളും കാര്യങ്ങളും എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും ഇയാളുടെ വായിൽ നിന്ന് ഒന്നും തന്നെ വന്നില്ല. ലാസ്റ്റ് പോലീസുകാർ ഇയാളുടെ ഡിമാൻഡ് അംഗീകരിക്കുകയായിരുന്നു. അപ്പിച്ചൈ ഓഗസ്റ്റ് എന്നായിരുന്നു ഇയാളുടെ ബോസിന്റെ പേര്. അപ്പോൾ അയാൾ ചെയ്ത ഒരുപാടധികം കാര്യങ്ങൾ, തെളിവുകളടക്കം ഇയാൾ പോലീസിന്റെ അടുത്ത് പറയുകയാണ്. ആളവിടുത്തെ വലിയൊരു ഡ്രഗ് ഡീലർ ആയിരുന്നു. യാബ പിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് പിൽസും കാര്യങ്ങളും ആയിരുന്നു ആൾ കൂടുതലായിട്ട് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ ജസ്റ്റ് ഇതൊരു ഡ്രഗ് ഡീലിംഗ് കേസ് മാത്രമല്ല എന്നുള്ളത് ഈ ഒരു വ്യക്തി വായ തുറന്നപ്പോഴാണ് പോലീസിന് മനസ്സിലായത്. അതായത് പോലീസുകാർ ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു കേസിൽ ഇൻക്ലൂഡഡ് ആവുകയാണ്. ഇത് കേട്ട പോലീസുകാർ നേരെ അപ്പിച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്. അവർ വീട് മുഴുവൻ വളഞ്ഞു, വീടിൻ്റെ അകത്തോട്ട് കയറി നോക്കുമ്പോൾ അവിടെ ഒരാളിങ്ങനെ നെയ്ക്കഡായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അപ്പോൾ അയാളോട് നിങ്ങളാണോ അപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അയാൾ എന്തൊക്കെയോ ഡ്രഗ് അടിച്ച് ഹൈയാണ്, അയാൾക്കൊന്നും പ്രതികരിക്കാനുള്ളൊരു ശേഷി പോലും ഉണ്ടായിരുന്നില്ല. പോലീസുകാരങ്ങനെ വീട് മുഴുവൻ സെർച്ച് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല ഡ്രഗ്സും അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുകയാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ വീടിനടുത്തുള്ള ഒരു കുളമുണ്ട്, ആ കുളം കൂടെ പോലീസുകാർ സെർച്ച് ചെയ്യുകയാണ്. കുളത്തിലിറങ്ങി തപ്പിയപ്പോൾ പോലീസിന് ലഭിച്ചത് എല്ലിൻ കഷ്ണങ്ങളായിരുന്നു. മനുഷ്യൻ്റെ എല്ലിൻ കഷ്ണങ്ങൾ, 100 കണക്കിന് എല്ലിൻ കഷ്ണങ്ങളാണ് ആ ഒരു കുളത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. അങ്ങനെ അവർ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവരൊരു ഇരുമ്പിൻ്റെ ബോക്സ് കൂടെ കണ്ടെടുക്കുകയാണ്. ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു ബ്ലാക്ക് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. അപ്പോൾ ആദ്യം അഴുകിയ നിലയിലുള്ള ഒരു മൃതദേഹമായിരുന്നു അത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രഗ് ഡീലിങ്ങിൻ്റെ കേസും കാര്യങ്ങളും അന്വേഷിച്ചു പോയ പോലീസുകാർ ജസ്റ്റ് ഡ്രഗ് ഡീലിങ്ങിൻ്റെ കേസിലിട്ട് മാത്രമല്ല എത്തിയത്, ഒരുപാടധികം മേർഡർ കേസുകളിലോട്ട് കൂടെയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. 1983 ഒരു 15 വയസ്സായ പെൺകുട്ടിയുടെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഹൗസ് മെയ്ഡായിട്ടൊരു വീട്ടിൽ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലോട്ട് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു പാരൻസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാർ നേരെ ആ ഒരു വീട്ടിലോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു അച്ഛനും അതുപോലെ തന്നെ ചെറിയൊരു പയ്യനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സെയിം വീട്ടിലോട്ട് തന്നെയാണ് 2020 പോലീസുകാരെത്തിയത്. യെസ്, അപ്പിച്ചിയുടെ വീടായിരുന്നു അത്. ആ ചെറിയ കുട്ടി അപ്പിച്ചിയായിരുന്നു. അതുപോലെ തന്നെ ആ അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാളുടെ അച്ഛനായിരുന്നു. അങ്ങനെ പോലീസുകാർ അപ്പിച്ചിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്ത് അയാൾ ആ ഒരു പെൺകുട്ടിയെ താനാണ് കൊന്നതെന്നുള്ള കാര്യം കൺഫസ് ചെയ്യുകയാണ്. അതൊരു ആക്സിഡൻ്റൽ ഡെത്ത് ആയിരുന്നു എന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൾ വില കൂടിയ ഒരു ഫിഷ് ടാങ്ക് ആളുടെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഫിഷ് ടാങ്ക് പൊട്ടിപ്പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദേഷ്യത്തിൽ അയാൾ കയ്യിൽ കിട്ടിയ എന്തോ ഒരു സാധനം എടുത്ത് ആ പെൺകുട്ടിയുടെ തലക്കടിക്കുകയായിരുന്നു. സ്പോട്ടിൽ തന്നെ ആ പെൺകുട്ടി മരിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ബോഡി എന്ത് ചെയ്യും എന്ന് ആൾക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷനായി. അതിനുശേഷം അയാൾ ആൾക്ക് തോന്നിയത് ഈ ബോഡി പീസാക്കാം, എന്നിട്ട് പല സ്ഥലങ്ങളിൽ ഡിസ്പോസ് ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ബോഡി പല പീസുകളിലാക്കിയിട്ട് അയാൾ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ്. ഇതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഇയാളെ ആരോ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് ആ ടൈമിലായിരുന്നു ക്ലോസ് ആയത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അപ്പിച്ചി വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു.
2020 പോലീസുകാർ അപ്പിച്ചിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ആൾക്ക് ഇങ്ങനൊരു ചരിത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. പിന്നെ ആ ഒരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കുളത്തിനെ കുറിച്ചിട്ട് ഒരുപാടധികം കഥകൾ ഈ അപ്പിച്ചി തന്നെ പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ കുളത്തിൽ അലിഗേറ്റർ ഫിഷസ് ഉണ്ടെന്നായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായത്. അതായത് വലിയ വലിയ പല്ലുകളുള്ള വലിയ മീനുകളാണ് മനുഷ്യന്മാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ തിന്നുകളയെന്നുള്ള തരത്തിലായിരുന്നു ആൾ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പല്ലിന് വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭീതി ആ ഏരിയയിലുള്ള ആളുകളുടെ ഇടയിൽ ആൾ പരത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കുളത്തിൻ്റെ അടുത്തോട്ട് പോലും ആരും വരാറുണ്ടായിരുന്നില്ല. പിന്നെ അഭിജിയുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ആൾക്ക് 4 വയസ്സായിരുന്നു പ്രായം. പിന്നീട് ആൾക്ക് 18 വയസ്സായപ്പോഴാണ് സ്വത്തുക്കളുടെ എല്ലാത്തിൻ്റെയും അവകാശം അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ കയ്യിൽ ഒരുപാടധികം പൈസ വന്നു, നല്ല രീതിയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാനും പെണ്ണ് പിടിക്കാനും ഒക്കെ തുടങ്ങി. പിന്നീട് പതിയെ പതിയെ ആൾ ഡ്രഗിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രഗ് വിൽക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടൈമിൽ അവർ ആ കുളത്തിലിറങ്ങി തപ്പിയപ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ ലഭിക്കുകയാണ്. അതായത് 290-ലേറെ ബോൺസ് പോലീസിന് ലഭിച്ചു, പല പല പീസുകളായിട്ടുള്ള. അതുപോലെ തന്നെ വലിയൊരു ഇരുമ്പിൻ്റെ ഗേറ്റ് പോലീസിന് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഡമ്പലുകൾ പോലീസിന് ലഭിക്കുകയാണ്. പിന്നെ വലിയൊരു കോൺക്രീറ്റിൻ്റെ കട്ട, പിന്നെ കുറേ ഇരുമ്പിൻ്റെ റോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് ആ കുളത്തിൽ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ ബോഡിയും കാര്യങ്ങളൊക്കെ കെട്ടിത്താഴ്ത്താൻ വേണ്ടിയിട്ടായിരിക്കും ഡമ്പൽ അതുപോലെ തന്നെ ഗേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. ഈ കുളത്തിൽ നിന്ന് കിട്ടിയ എല്ലുകളൊക്കെ ഒരുപാട് കാലം അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നത് കൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3ഓളം ആളുകളുടെ എല്ലും കഷ്ണങ്ങളായിരുന്നു അതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെ ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ഇരുമ്പ് പെട്ടി കിട്ടുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ബോഡിയും കാര്യങ്ങളും കിട്ടുന്നതും. അത് അഴുകിയിട്ടുണ്ടായിരുന്നു, എന്നാൽ പൂർണ്ണമായിട്ട് അഴുകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബോഡി റിക്കവർ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഓട്ടോപ്സിക്കായിട്ട് പോലീസുകാർ അയക്കുകയാണ്. അപ്പോൾ ഏകദേശം 22-നും 24-നും ഇടയിൽ പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ ബോഡിയാണ് അത് എന്നുള്ളൊരു റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയായിരുന്നു. പിന്നെ പോലീസുകാർ വീണ്ടും സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വേറൊരു ഇരുമ്പ് പെട്ടി കൂടെ കിട്ടി. ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ പോലീസുകാർ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്കെലിട്ടൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആ പെട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരുപാടധികം നാളുകളായിട്ടുണ്ടായിരുന്നു. സോ അതാരാണ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അപ്പിച്ചിക്ക് ബോധമൊക്കെ വന്നു. അതായത് ഡ്രഗിൻ്റെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ ആൾക്ക് ബോധം വന്ന ടൈമിൽ അയാളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആദ്യം തന്നെ അയാളോട് ചോദിച്ചത് അച്ഛൻ ചെയ്ത കൊലപാതകത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അയാളത് സമ്മതിച്ചു, അച്ഛൻ ഇതേപോലെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ആൾ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ആൾക്ക് വെടിയേറ്റ് മരിച്ചിട്ടുണ്ടായത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആൾ പറയുകയാണ്. അപ്പോൾ നീ ചെയ്ത കൊലപാതകങ്ങളോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ഞാനോ എന്ത് കൊലപാതകങ്ങൾ എന്നുള്ളൊരു തരത്തിൽ ആൾ തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ കൊലപാതകങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അയാൾ പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ഈ ഫോട്ടോസും കാര്യങ്ങളും മെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരേ ഒരു കൊലപാതകം മാത്രം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഈ കാണപ്പെട്ട എല്ലാ കൊലപാതകവും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അയാൾ പറഞ്ഞത്. ഞാൻ ആകെപ്പാടെ കൊലപ്പെടുത്തിയത് അബദ്ധത്തിലാണെങ്കിലും എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള വാർണയായിരുന്നു എന്നാണ് അയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. 22 വയസ്സായിരുന്നു അവർക്ക് പ്രായം. അവർ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിംഗിൾ മദറായിട്ട് അവരിങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ അവർ ജോലിക്കായിട്ടൊരു പബ്ബിൽ പോവാണ്. അപ്പോൾ ഈ പബ്ബിൽ സ്ഥിരമായിട്ട് അപ്പിച്ചി വരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പിച്ചി ഒരുപാടധികം പൈസയും കാര്യങ്ങളും ഈ ഒരു സ്ത്രീക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിലൊരു പരിചയം ഉണ്ടാവുകയാണ്. അങ്ങനെ എന്താ പറയുക, ഇവരുടെ ആ ഒരു കമ്പനി കൂടുതലായിട്ട് ഇൻറ്റൻസ് ആവുകയാണ്. അവസാനം ഇവർ പ്രണയത്തിലാവുകയാണ്. പിന്നീട് ഇവരൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. അയാൾ ഈ സ്ത്രീയെ ആദ്യമായിട്ട് കാണുന്ന സമയത്തൊക്കെ വളരെ പൊളൈറ്റൊക്കെ ആയിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരുമിച്ച് താമസിച്ചതിന് ശേഷം വളരെ അബ്യൂസീവായിട്ട് മാറുകയാണ്. ആ സ്ത്രീ ആൾ കണ്ടമാനം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവസാനം ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലോട്ട് ആ ഒരു സ്ത്രീ എത്തുകയായിരുന്നു. അപ്പോൾ എന്താണ് നിന്റെ ഗേൾ ഫ്രണ്ടിന് സംഭവിച്ചതെന്ന് അപ്പിച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം തന്നെ ഒരു കഥ പറയുകയായിരുന്നു. അതായത് ഇയാളും ഇയാളുടെ ഗേൾ ഫ്രണ്ട് തമ്മിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ഈ ഗേൾ ഫ്രണ്ട് ആളുടെ വീട്ടിലോട്ട് വന്നിട്ട് പറയാണ്, നമുക്ക് എന്തായാലും പിരിയാം, ബ്രേക്കപ്പ് ആവാം, ഞാൻ എന്തായാലും എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോവാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അടിയായി. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ പിരിയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനം ആ സ്ത്രീയെ എന്താ പറയുക എടുത്തിങ്ങേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് പെട്ടിയിൽ അടച്ചു വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴാണ് അത് എയർ ടൈറ്റ് ആണെന്നുള്ള കാര്യം ഇയാൾ ഓർത്തത്. അങ്ങനെ അയാൾ ആ ഒരു പെട്ടി ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത്
ആ സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പേടിയിലാണ് ഇതുപോലെ തന്നെ തുണിയിലും കവറിലൊക്കെ പൊതിഞ്ഞിങ്ങായിട്ട് നേരെ ആ ഒരു പെട്ടി കൊണ്ടുപോയിങ്ങായിട്ട് ആ കുളത്തിലിട്ടത് എന്നുള്ള തരത്തിലാണ് അയാൾ ആദ്യത്തെ ഒരു സ്റ്റോറി പറഞ്ഞത്. എന്നാൽ പോലീസുകാർ വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ അയാൾ ആ സ്റ്റോറി മാറ്റി പറയുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് ഫോറൻസിക് ലാബിൽ നിന്നും വേറൊരു റിപ്പോർട്ട് വരുന്നത്. അതായത് ഇയാളുടെ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു ഡംബലിൽ ഒരു DNA സാമ്പിൾ ഉണ്ടായിരുന്നു. അത് ആളുടെ DNA ആയിരുന്നില്ല. അപ്പോൾ ഈ വാറൻ്റെ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് അവരുടെ DNA ആയിരുന്നു. സോ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ആൾ പറഞ്ഞ രണ്ടാമത്തെ കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ ബഹളവും കാര്യങ്ങളും ഉണ്ടായി, ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ആ സ്ത്രീയെ പിടിച്ച് അയാൾ തള്ളിയതാണ്. ആ തള്ളിയപ്പോൾ ആ സ്ത്രീ നേരെ ചെന്ന് വീണത് ഈ ഡമ്പലുമലാണ്. അങ്ങനെ തലടിച്ച് മരിച്ചതാണെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സ്റ്റോറി. എന്നാൽ ഈ രണ്ട് സ്റ്റോറിയും കഴിഞ്ഞിട്ട് ആൾ ഇത് രണ്ടും മാറ്റിയിട്ട് മൂന്നാമത്തെ ഒരു സ്റ്റോറി പറഞ്ഞു. അതായത് അന്നത്തെ ദിവസം ആ സ്ത്രീ നല്ല രീതിയിൽ ഡ്രഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, കാല് സ്ലിപ്പായിട്ട് നേരെ തലയടിച്ച് ഡമ്പലുമ്മ വീണിട്ട് അങ്ങനെ മരിച്ചാണെന്നുള്ളതായിരുന്നു മൂന്നാമത്തെ സ്റ്റോറി. അങ്ങനെ ഇയാൾ കഥകൾ മാറ്റി മാറ്റി പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ പോലീസിന് മനസ്സിലായി ഇയാൾ പറയുന്ന എല്ലാം തന്നെ നുണയാണെന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ്. അപ്പോഴാണ് യഥാർത്ഥ മരണകാരണം പോലീസിന് മനസ്സിലാകുന്നത്. ഈ ഒരു സ്ത്രീയെ വല്ലാത്ത രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ മരിക്കുന്നതിന് മുൻപ്. പല സ്ഥലത്തും നല്ല രീതിയിൽ എന്താ പറയുക, ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതായത് എന്തോ ഇരുമ്പ് പൊടി പോലുള്ള ഒബ്ജക്റ്റ് വെച്ച് അടിച്ചതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. മരണകാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാറിൻ്റെ ഭാഗത്ത് ഏതോ ഒരു ഒബ്ജക്റ്റ് വെച്ച് അടിച്ചപ്പോൾ ഈ വാരിയലുണ്ടല്ലോ അത് ഒടിഞ്ഞിട്ട് ഉള്ളിൽ ബ്ലീഡിങ് ആയിട്ടായിരുന്നു ആ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു കൊലപാതകം ചെയ്തത് ഇയാളാണ് എന്നുള്ള രീതിയിൽ പോലീസുകാർ ചാർജ് ഷീറ്റും മറ്റൊക്കെ ഫയൽ ചെയ്യാണ്. എന്നാൽ ബാക്കി അവിടെ നിന്ന് കിട്ടിയ എല്ലുകൾ ആരുടേതാണെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് പറ്റിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതിനൊന്നും കൃത്യമായ കണക്കില്ല. ഇയാൾ എത്ര പേരെ കൊന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും പോലീസിന് എന്താ പറയുക, ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആകെപ്പാട് ഈ ഒരു കൊലപാതകം മാത്രമേ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചുള്ളൂ. ഇയാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കൊലപാതകം മാത്രമേ സമ്മതിച്ചുള്ളൂ. ബാക്കിയുള്ള എല്ലിങ് കഷ്ണവും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആരുടേതാണ്, എന്താണ്, എവിടെ നിന്നാണെന്നുള്ളതൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ തള്ളിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഈ ഒരു കൊലപാതകത്തിൻ്റെ കേസിൽ അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ 2.9 മില്യൺ ബാത്ത് ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലിക്ക് കൊടുക്കാനായിട്ടും ഉത്തരവുണ്ടാവുകയാണ്. പിന്നെ വേറൊരു റേപ്പ് കേസിൽ ആൾക്ക് 11 വർഷത്തെ ശിക്ഷ ലഭിക്കുകയാണ്. പിന്നെ വേറൊരു കേസിൽ ഒരു 10.5 വർഷത്തെ ശിക്ഷ ആൾക്ക് ലഭിക്കുകയാണ്. പിന്നെ ഇല്ലീഗലായിട്ട് ഡ്രഗ് സൂക്ഷിച്ച കേസിൽ ആൾക്ക് 25 വർഷത്തെ ശിക്ഷയും അതുപോലെ തന്നെ 7.5 ലക്ഷം ബാത്ത് പിഴയും വിധിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആളിനി ആളുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മറ്റേ പെട്ടിയിലുണ്ടായിരുന്ന അസ്ഥികൂടം ആരുടേതാണ്, അതുപോലെ തന്നെ ബാക്കി അവിടെ നിന്ന് കിട്ടിയ എല്ലും കഷ്ണങ്ങളൊക്കെ ആരുടേതാണ്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ and it's me Razin signing off. Peace. Stay peaceful guys. Stay safe.